അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായവരെ, ഡിസംബർ 3 ക്രിസ്മസിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഒരുക്ക ദിനങ്ങൾ 3-ാം ദിനത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട് ലോകം മുഴുവന്. ചിലർ ഒരു നക്ഷത്രം ഇടുന്നതിനെ കുറിച്ച്, ചിലർ കുറേയും കൂടി തൊട്ടടുത്തുള്ള ആ അയൽവാസിയുടെ വീട്ടിലെ ക്രിസ്മസ് വിഭവങ്ങൾ, ഒരുക്കങ്ങൾ, തോരണം, മാലബൾബ്, നക്ഷത്രത്തിൻ്റെ ഭംഗി, ഇതിനൊക്കെ മറികടക്കാനുള്ള ചിന്ത, കണക്കുകൂട്ടലുകൾ. ചിലർക്ക് പ്രായമേറിയ മാതാപിതാക്കൾക്ക് മകൻ കാനഡയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ അത് 27-നാണ് ഫ്ലൈറ്റ്. ക്രിസ്മസിന് മുന്നേ എൻ്റെ പേരക്കുട്ടികളെയും മോനെയും മോളെയും കാണാൻ പറ്റുമോ? ഒരു കണക്ക് കൂട്ടലുകൾ. കാശ് കൊടുക്കുക, അതിൽ ചില്ലറകളും കൊച്ചു നോട്ടുകളൊക്കെ ഇട്ട് വെച്ചിട്ട് കാശ് കൊടുക്കയുടെ ഉള്ളിങ്ങനെ വീർത്ത് വരുന്നത് മനക്കൊതിയോടെ കൊണ്ട് നടന്നിട്ട് പാവം അത് ഉടച്ച് കിട്ടുന്ന കാശുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് സെലിബ്രേഷൻ കണക്കുകൂട്ടും. അങ്ങനെ പല കണക്കുകൂട്ടലുകൾ. ഇവിടെ കണക്കുകൂട്ടലുകൾ തെറ്റിയ 2 പേരുടെ ആ തെറ്റിയ കണക്കുകൂട്ടലുകളാണ് ഒരുപക്ഷെ ക്രിസ്മസിന് അത് ഒരുക്കമായി മാറിയത്. തനിക്ക് പറഞ്ഞു വെച്ച പുരുഷൻ തൻ്റെ ഭർത്താവായി നിലകൊള്ളുകയുള്ളൂ. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ അവൻ എൻ്റെ ജീവിതത്തിൽ ഭർത്താവായി ഉണ്ടാകില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലുള്ള ഒരു ഗർഭധാരണം. തനിക്ക് ഭാര്യയായി കിട്ടുമെന്ന് കരുതിയവൾ ഒരു പക്ഷേ കാണപ്പെട്ട സ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണ്ട, അവളെ രഹസ്യമായി അവൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു വ്യക്തിയെ തിരയാമെന്ന് കരുതിയ ജോസഫിന് എല്ലാ കണക്കുകൂട്ടലുകളും അടിക്കടി തെറ്റി. മത്തായി 2:13 അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. പെണ്ണ് തെറ്റി, കുട്ടി തെറ്റി, വഴി തെറ്റി, യാത്ര തെറ്റി, ഒരു പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ തൻ്റെ പ്രിയതമ പ്രസവിക്കേണ്ട അവസ്ഥ എല്ലാം തെറ്റാണ്. വാതിൽക്കൽ മുട്ടി തുറന്നുവെങ്കിലും ആ പ്രതീക്ഷിച്ച കണക്ക് തെറ്റി. ഇവിടെ ഇടല്ലേ പൊക്കോ. അവസാനം പെറ്റെടുത്ത് വീണെടുത്ത് വിഷ്ണു ലോകം എന്നൊക്കെ പറയുന്ന പോലെ പെറ്റെടുത്ത് ചെന്ന് സ്വസ്ഥമായിട്ട് നോ എഴുന്നേറ്റോ, ഓടി. എല്ലാ കണക്കൂട്ടലുകളും തെറ്റിയപ്പോഴുണ്ടായ ഒരു ദൈവത്തിൻ്റെ കണക്ക്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകളെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എനിക്കുള്ള കുത്ത്, കോമ, പ്ലസ് മൈനസ്, ഹരണം ഒന്ന് വെറുതെ കണ്ടു വായിക്കും നല്ലതാണ്. എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിക്കുന്ന ഒരു കണക്ക് വരും. അത് ദൈവത്തിൽ നിന്ന് നിനക്കുണ്ടാകും. മനുഷ്യകരങ്ങളും മനുഷ്യ മസ്തിഷ്കങ്ങളും മനുഷ്യഭാവനകളും മനുഷ്യൻ്റെ പാറ പോലത്തെ സ്ഥിതിഗതികളും നമുക്ക് വെളിപ്പെടുമ്പോൾ മൃദുവായി
കരുണാർദ്രനായി, വഴിയിൽ പിശക് വരാതിരിക്കാൻ നക്ഷത്രത്തെ കൊളുത്തിവെച്ച് നീക്കിയ ആ കണക്ക് കൂട്ടലുള്ള ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലേക്ക് ഈ ക്രിസ്മസ് എത്തി നോക്കാൻ നിന്നെയും എന്നെയും സഹായിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.